ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര നവയെരൂശലേം പുരിയൻ മഹത്വത്തിൻ നിരന്തര പാർപ്പിടമേ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൻ നിരന്തര പാർപ്പിടമേ. നവനവരത്നങ്ങൾ അലങ്കരിച്ചവർണ്യമ സൗധമദാതയാലും ദൈവകുഞ്ഞാടതിൻ കാതയാൽ പ്രജ്വല ദീപ്തി കൊണ്ടലങ്കൃതമാ. ദൈവകുഞ്ഞാടതിൻ കാതയാൽ പ്രജ്വല ദീപ്തി കൊണ്ടലങ്കൃതമാ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. കാന്തനാമം അപരിശുദ്ധ നഗരത്തിനേകിയതാ. കുഞ്ഞാട്ടിൻ കാന്തനാമം അപരിശുദ്ധ നഗരത്തിനേകിയതാ. സ്ഫടികസ്ഫുടം പോൽ മിന്നി വിളങ്ങുന്ന സൂര്യകാന്തം സമമാ. അതിൻ തേജസ്സു ബഹുദൂരം പ്രജ്വലിക്കുന്നതു കാണുകിൽ രമണീയമാ. അതിൻ തേജസ്സു ബഹുദൂരം പ്രജ്വലിക്കുന്നതു കാണുകിൽ രമണീയമാ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. മഹിമയിലൻ മണവാളൻ മണിയറ ഒരുക്കുന്നതാ. ചേലൊത്ത മഹിമയിലൻ മണവാളൻ മണിയറ ഒരുക്കുന്നതാ. സ്വർഗീയ രാജത്വ പദവിയിൽ കവിഞ്ഞുള്ള പരിവാര സമന്വിതമാ. പ്രിയൻ വന്നിടും വാനത്തിൽ നിർമ്മല വൃന്ദത്തെ വേളി ചെയ്വാൻ കൃതിയാ. പ്രിയൻ വന്നിടും വാനത്തിൽ നിർമ്മല വൃന്ദത്തെ വേളി ചെയ്വാൻ കൃതിയാ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. കണ്ടാനന്ദിപ്പാൻ കൊതിക്കുന്ന കണ്ണുകൾ പ്രതിനിമിഷം
കലുഷങ്ങളകന്നതി ആനന്ദ സാഗരെ സമ്മേളിക്കാം സതതം. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. നവനവരത്നങ്ങൾ അലങ്കരിച്ച വന്യമം സൗധമതാകയാലും ദൈവ കുഞ്ഞാടവിൻ വിളക്കാകയാൽ പ്രജ്വല ദീപ്തി കൊണ്ടലങ്കൃതമാ. ദൈവ കുഞ്ഞാടവിൻ വിളക്കാകയാൽ പ്രജ്വല ദീപ്തി കൊണ്ടലങ്കൃതമാ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ കർത്താവ് നമുക്ക് പിന്നെയും അവസരം തന്നിരിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. യോനാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് സുഖമായി ഒന്നും അറിയാതെ ഉറങ്ങിയ യോനയെ കപ്പൽ പ്രമാണി വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഈ വലിയ കോളും അനർത്ഥവും വന്നിരിക്കുന്നത് എന്താണെന്ന് അവർ ചീട്ടിട്ടു. ചീട്ട് യോനയ്ക്ക് വീണു. കപ്പൽ പ്രമാണിയുടെ മുമ്പിൽ അവർ യോന ഏറ്റുപറഞ്ഞ ഒരു വാക്യമാണ് നാം വായിച്ചു കേട്ടത്. ഈ വലിയ കാറ്റും കോളും ഈ കടല് ഇളകി മറിയുവാനും കപ്പൽ ആടി ഉലയുവാനും കാരണം ഞാനാണ്. എൻ്റെ നിമിത്തമാണ് ഈ വലിയ കോളും ഈ പ്രതികൂലവും വന്നിരിക്കുന്നത് എന്ന് യോന സമ്മതിച്ചു. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് അംഗീകരിക്കുവാനും സമ്മതിക്കുവാനും വളരെ പ്രയാസമുള്ളതാണ് സ്വന്തം ജീവിതത്തിലെ തെറ്റ്, സ്വന്തം ജീവിതത്തിലെ പാപം. നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ നോക്കിയാൽ അറിയാം, മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുവാനും മറ്റുള്ളവരുടെ കുറവുകളൊക്കെ വിളിച്ചു പറയുവാനും എപ്പോഴും മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുവാനും മനുഷ്യൻ വെമ്പുന്നവനാണ്. എന്നാൽ സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കി ഞാൻ ആരാണ്, എൻ്റെ ജീവിതത്തിലെ കുറവുകൾ എന്തെല്ലാമാണ്, ദൈവസന്നിധിയിൽ എനിക്ക് പോരായ്കകൾ എന്തെല്ലാമുണ്ട്, എൻ്റെ ദൈവം എന്നെ കാണുമ്പോൾ അവൻ്റെ സന്നിധിയിൽ എനിക്ക് എന്തെല്ലാം പാപങ്ങളും കുറവുകളുമുണ്ട് എന്ന് പലപ്പോഴും നാം തിരിച്ചറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം എന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുവാനും എളിമപ്പെടുവാനും ഞാൻ കുറവുള്ളവരാണെന്ന് അംഗീകരിക്കുവാനുമുള്ള ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. സ്വാഭാവികമായും മനുഷ്യൻ എപ്പോഴും ഉന്നത ഭാവമുള്ളവനും നികള സ്വഭാവമുള്ളവനും സ്വന്തം തെറ്റ് അംഗീകരിക്കാൻ കഴിയാത്തവനുമാണ്. യോന ദൈവത്തിൻ്റെ വചനം വിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് വിട്ട് സ്വന്തം വഴികളിലൂടെ ഓടിപ്പോയപ്പോഴാണ് യോനയ്ക്ക് വലിയ പ്രതികൂലവും പ്രതിസന്ധികളുമെല്ലാം ജീവിതത്തിൽ കടന്നു വന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യോനയ്ക്കുണ്ടായ ഒരു ഭാഗ്യമാണ് എന്ത്? ഈ വലിയ അനർത്ഥം വന്നിരിക്കുന്നത് എൻ്റെ നിമിത്തമാണെന്ന്. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. യോന തിരിച്ചറിഞ്ഞു എന്ത്? ഞാൻ ഒരാൾ മൂലമാണ് ഈ വലിയ അനർത്ഥം വന്നതെന്ന്. ഇന്ന് മനസ്സിലാക്കണം, യോന പ്രവാചകൻ തൻ്റെ ജീവിതത്തിലെ കുറവും ഞാനാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നും എളിമപ്പെട്ട് തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ദൈവം അവന് വേണ്ടി ഒരു അത്ഭുതത്തിൻ്റെ വഴി തുറന്നു എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം കണ്ടെത്തി ദൈവസന്നിധിയിൽ ഞാനൊരു കുറവുള്ളവനാണെന്ന്, അല്ലെങ്കിൽ ഞാനൊരു പാപിയാണെന്ന്, എൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെല്ലാം അവിടത്തേക്ക് വേദന നിറഞ്ഞതും പിശാചിൻ്റെ ഇംഗിതത്തിന് എന്നെ തന്നെ വിട്ടുകൊടുത്ത് ജീവിച്ചതുമാണെന്നുള്ള ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പ്രിയപ്പെട്ടത് അംഗീകരിച്ച് ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം അന്നുവരെയും ഇല്ലാത്ത ഒരത്ഭുതത്തിൻ്റെ വഴി യോനയുടെ മുമ്പിൽ തുറന്നു. കപ്പലിലുള്ളവരും കപ്പൽ പ്രമാണിയെല്ലാം വളരെ ഭയത്തോടും വിറയലോടും കൂടിയാണ് യോനയെ കടലിലേക്ക് എടുത്തിടുന്നത്. യോന തന്നെ പറഞ്ഞതാണ്, എന്നെ നിങ്ങൾ എടുത്ത് സമുദ്രത്തിലേക്ക് ഇട്ടുകളവീൻ,
അപ്പോൾ സമുദ്രം അടങ്ങുമെന്ന്. ദൈവമേ, അങ്ങനെ തന്നെ അവർ ചെയ്തു. യോനയെ സമുദ്രത്തിലേക്ക് ഇട്ടപ്പോൾ തന്നെ സമുദ്രം അടങ്ങി, കാറ്റും കോളും അടങ്ങി, കപ്പല് ശാന്തമായി ഓടാൻ തുടങ്ങി. ഒരു കാര്യം അവർക്കും മനസ്സിലായി, എന്ത്, ഈ ഒരു മനുഷ്യന്റെ മൂലമാണ് ഈ വലിയ അനർത്ഥം വന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ താഴോട്ട് നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവം തൻ്റെ പ്രവാചകന് വേണ്ടി വലിയൊരു വഴി ഒരുക്കിയിരിക്കുന്നു എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. വായിക്കാം. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, അന്നുവരെയും ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത, മനുഷ്യന് തിരിച്ചറിയാൻ കഴിയാത്ത വലിയൊരു സംരക്ഷണം ദൈവം തന്റെ പ്രവാചകന് ഒരുക്കിയിരുന്നു. എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, നാം എളിമപ്പെടുമ്പോൾ, നമ്മുടെ കുറവ് അംഗീകരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ, കർത്താവേ മറ്റു മാർഗമൊന്നുമില്ല എന്ന് എളിമപ്പെട്ട് ദൈവകരങ്ങളിലേക്ക് ഒരു മനുഷ്യൻ ജീവിതം സമർപ്പിക്കുമ്പോൾ, ദൈവമക്കളെ, അത്ഭുതത്തിന്റെ വഴിയിലൂടെയാണ് ദൈവം തന്റെ ഭക്തന്മാരെ നടത്തുന്നത്. മനുഷ്യബുദ്ധിക്ക് ഒതുങ്ങുന്നതോ മനുഷ്യന്റെ ചിന്തയിൽ ഇരിക്കുന്നതോ ഒന്നുമല്ല. പുതിയ വഴിയിലൂടെ, അത്ഭുതത്തിന്റെ വഴിയിലൂടെ, മനുഷ്യൻ ഒരിക്കലും നിരൂപിക്കാത്ത പാതയിലൂടെ നടത്തുന്നവനാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, ആ കപ്പലിലുള്ളവരെല്ലാം ചിന്തിച്ചു കാണും, യോനയുടെ കാര്യം തീർന്നുപോയി. എന്നാൽ യോനയെ വിഴുങ്ങേണ്ടതിന് ദൈവം ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. യോന അനുദപിച്ചപ്പോൾ ആ മഹാമത്സ്യം ആ കപ്പലിന് കീഴെ വന്ന് നിൽക്കുകയാണ്. പ്രവാചകൻ കടലിലേക്ക് വരുന്നത് കാത്ത് ആ മത്സ്യത്തിന്റെ വയറ്റില് യോന ആയി തീർന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ മത്സ്യത്തിന്റെ വയറ്റിലായി കഴിയുമ്പോൾ ഒരുപക്ഷെ യോന ചിന്തിച്ചു കാണണം, ഇനി എനിക്കൊരു ജീവിതമില്ല, എല്ലാം തീർന്നു എന്ന്, ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന്. എന്നാൽ ദൈവമക്കളെ, ആ മഹാമത്സ്യത്തിന്റെ വയറ്റിൽ ചെന്നപ്പോൾ അതുവരെയും പ്രാർത്ഥിക്കാതെ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങിയ യോന പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. കാരണം മറ്റു മാർഗമൊന്നുമില്ല, ഒരു പോംവഴിയും മുന്നിലില്ല എന്ന് കണ്ടപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യോന പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം. യോന മഹാമത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് നിരപ്പാകുന്നു, ദൈവത്തോട് സമർപ്പണം പറയുന്നു. പ്രിയപ്പെട്ടവരെ, വായിക്കാൻ നമുക്ക് 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ എൻ്റെ കഷ്ടനിമിത്തം യഹോവയോട് നിലവിളിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ നിലവിളിക്കാൻ തുടങ്ങി. മഹാമത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യോന നിലവിളിക്കുകയാണ്. ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ സ്തോത്രം. പ്രവാചകൻ ആ മഹാമത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് പറയുകയാണ്, ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമത്തെ ആഴത്തിലിട്ട് കളഞ്ഞു, പ്രവാഹം എന്നെ ചുറ്റി, ഓളങ്ങളും തിരകളുമെല്ലാം എന്റെ മീതെ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറയുകയാണ്, ഞാൻ സമുദ്രത്തിലായിപ്പോയി, ഓളങ്ങളും തിരകളുമെല്ലാം എൻ്റെ മീതെ കടന്നു പോവുകയാണ്, വലിയ കഷ്ടതയിലായി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ യോന ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ, മാർഗമധ്യേ തടസ്സങ്ങൾ വരുമ്പോൾ, മുമ്പോട്ടുള്ള ഗമനം സുഗമമല്ലാതാകുമ്പോൾ, ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. എന്തുകൊണ്ടാണ് കർത്താവെ, നിനക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച, നിന്റെ വചനം കേട്ടിറങ്ങിയ, ജീവിതത്തിലൊരു തീരുമാനമെടുക്കാൻ ഭാഗ്യം കിട്ടിയ എൻ്റെ ജീവിതത്തിൽ ഈ പ്രതികൂലങ്ങൾ, ഈ പ്രതിസന്ധികൾ, മാർഗമധ്യേ എൻ്റെ വഴി അടഞ്ഞു പോയത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് കഴിയണം. യോനയുടെ മുമ്പിൽ എല്ലാ വാതിലും അടഞ്ഞപ്പോൾ യോന ഉയരത്തിലേക്ക് നോക്കി യഹോവയോട് നിലവിളിക്കാൻ തുടങ്ങി. ആ കടലിലെ ഓളങ്ങളും തിരമാലകളുമെല്ലാം പ്രവാചകന്റെ മീതെ കടന്നു പോകുമ്പോൾ പ്രവാചകന് ദൈവത്തോട് അടുക്കാൻ സാധിച്ചു. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തില് കഷ്ടതകളും പ്രതികൂലങ്ങളും എപ്പോഴും ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് ഒരു ഭക്തനെ, സാധാരണക്കാർക്കല്ല. ഒരു ഭക്തന്റെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും, പ്രിയപ്പെട്ടവരെ, രോഗങ്ങളും എതിർപ്പുകളും വിയോഗങ്ങളും എല്ലാം ആ ഭക്തനെ ക്രിസ്തുവിനോട്, കുരിശോട്, നിത്യതയോട് എപ്പോഴും അവനെ അടുപ്പിക്കുന്നതാണ്. നാം തിരിച്ചറിയണം. തിരുവചനം പറയും, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും
സ്ഥിരത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നാം ചിന്തിച്ചു നോക്കണം. കഷ്ടതയിൽ കർത്താവിനോട് അടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, രോഗങ്ങൾ വന്നപ്പോൾ ദൈവത്തോട് അടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. ഒരു സാധാരണ മനുഷ്യന് ചിലപ്പോൾ രോഗം വരുമ്പോൾ അവൻ ദൈവത്തെ ചോദ്യം ചെയ്യും. ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ കഷ്ടതകൾ വരുമോ? എനിക്ക് എന്താണ് ഈ വേദനകൾ തന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര കഠിനമായ അവസ്ഥയിലായിപ്പോയതെന്ന് പലപ്പോഴും ചോദിച്ചു പോയി. എന്നാൽ ഒരു ദൈവത്തിൽ ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ അവകാശമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ഭക്തന്റെ ജീവിതത്തിൽ വരുന്നതൊന്നും കർത്താവ് അറിയാതെ വരികയില്ല. ദൈവം അറിയാതെ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം അനുവദിച്ചെങ്കിൽ മാത്രമേ പിശാചിന് പോലും ഒരു ഭക്തനെ ശോധനയിലൂടെ കടത്തിവിടാൻ കഴിയുകയുള്ളൂ. ഭക്തനായ ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന ഈ എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ചോദനകളുമെല്ലാം ദൈവം പിശാചിന് അനുവദിച്ചു കൊടുത്തതാണ്. ദൈവമക്കളെ മനസ്സിലാക്കണം, ദൈവം അനുവദിക്കാതെ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഒന്നും പിശാചിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഇയ്യോബിന്റെ ജീവിതത്തില് വലിയ കഷ്ടതകള്, വലിയ പ്രതിസന്ധികള്, വലിയ പ്രതികൂലങ്ങള്, ഒരു മനുഷ്യന് വഹിക്കാൻ കഴിയാത്തതിലും വലിയ വേദനകളെല്ലാം ഇയ്യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ദൈവമക്കളെ, സമ്പത്തെല്ലാം ചോർന്നുപോയി, ആടുമാടുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോഴൊക്കെ ഇയ്യോബ് പിടിച്ചു എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇയ്യോബിന്റെ കാതുകളിലെത്തി എന്ത്? നിന്റെ 10 മക്കളും മൂത്ത സഹോദരന്റെ വീട്ടിൽ വിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയൊരു കാറ്റടിച്ച് ആ ഭവനം ഇടിഞ്ഞു വീണ് 10 മക്കളും ഒരുമിച്ച് മരിച്ചു എന്ന്. ദൈവമക്കളെ, ഭക്തന്റെ ഹൃദയം തകർന്നു പോയി. ദൈവമക്കളെ, അപ്പോഴാണ് ഇയ്യോബ് പറഞ്ഞത്, നിത്യനായ ദൈവം തന്നതാണ്, അവൻ എടുത്തു എന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാം ദൈവം അനുവദിച്ചു കൊടുത്തതായിരുന്നു. തുടർന്ന് ഇയ്യോബിന്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ കാണുന്നുണ്ട്, പിശാച് പിന്നെയും അടങ്ങിയിരുന്നില്ല. പിശാച് ദൈവസന്നിധിയിൽ ചെന്ന് പറഞ്ഞു, അവന്റെ മക്കളല്ലേ പോയുള്ളൂ, സമ്പത്തല്ലേ പോയുള്ളൂ, അവന് തന്നെ ആരോഗ്യമുണ്ട്, അതിലൊന്ന് കൈവച്ചാൽ അവൻ നിന്നെ തള്ളിപ്പറയുമെന്ന്. ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇയ്യോബിനെ ദൈവം പിശാചിന്റെ പരീക്ഷകൾക്ക് വിട്ടുകൊടുക്കുമ്പോഴും ദൈവം ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. എന്ത്? അവന്റെ പ്രാണനെ നീ തുടരുതേ എന്ന്. ദൈവമക്കളെ മനസ്സിലാക്കണം, ഒരു ഭക്തന്റെ പ്രാണനെ, ഒരു ദൈവന്റെ പ്രാണനെ തൊടാൻ ഒരു പിശാചിനും കഴിയുകയില്ല. കാരണം ഭക്തന്റെ ആത്മാവ്, ഒരു വിശുദ്ധന്റെ ആത്മാവ്, അത് ദൈവസന്നിധിയിൽ വിലയുള്ളതാണ്, സ്വർഗത്തിന്റെ കാവലുള്ളതാണ്, തിരുരക്തത്തിന്റെ കാവലുള്ളതാണ്, തീ മുതൽ സംരക്ഷണമുള്ളതാണ്. ദൈവമക്കളെ, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നാം പതറിപ്പോകരുത്, നാം വാടിപ്പോകരുത്, നാം തളർന്നു പോകരുത്. ദൈവമക്കളെ, ദൈവമക്കൾ കടന്നു വന്ന് ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വന്നതാണ്. എന്നാൽ അവർക്കും ഒരു ആശ്വാസത്തിന്റെ വാക്ക് പറയാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ, എന്നാൽ ഇയ്യോബിന് പ്രത്യാശയുണ്ടായിരുന്നു. ദൈവമക്കളെ, ഞാൻ ചിലപ്പോഴൊക്കെ ധ്യാനിക്കാറുണ്ട്, അത്രമാത്രം വലിയ ശോധനയിലൂടെ കടന്നുപോയപ്പോഴും ഇയ്യോബിന്റെ സഹോദരന്മാരെല്ലാം ഇയ്യോബിനെ കുറ്റപ്പെടുത്തുമ്പോഴും ഇയ്യോബിനൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു. എന്ത്? എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ടെന്ന്. 19 അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് പറയും, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എന്റെ കർത്താവിനെ കാണുമെന്ന്. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണുമെന്ന്. ദൈവമക്കളെ, എന്തു വലിയ പ്രത്യാശയാണ്. ഇയ്യോബിന് പല കുറവുകളുണ്ടെന്നൊക്കെ നാം പറയും. എന്നാൽ ദൈവമക്കളെ, ഈ തീച്ചൂളയിലൂടെ കടന്നുപോയപ്പോഴും ഇയ്യോബിന് പ്രത്യാശയുണ്ടായിരുന്നു. എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ടെന്ന്. ഞാൻ എളിമയോടെ ചോദിക്കട്ടെ, തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട പിതാവേ, പ്രിയപ്പെട്ട മാതാവേ, ഈ പ്രത്യാശയുണ്ടോ ഉള്ളില്? ഈ ധൈര്യമുണ്ടോ? ഈ ഉറപ്പുണ്ടോ ജീവിതത്തില്? എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ടെന്ന്, അവനെ ഞാൻ മുഖാമുഖം കാണുന്ന ഒരു ദിവസമുണ്ട് എന്ന്, അവന്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്ന ഒരു ദിവസമുണ്ട് എന്ന് ഭക്തനായ പാട്ടുകാരൻ പാടി, നിത്യത തന്നിൽ ഞാൻ എത്തും, തൻ്റെ സ്തുത്യ പദങ്ങൾ ഞാൻ മൊത്തും. നിത്യത തന്നിൽ ഞാൻ എത്തും, തൻ്റെ സ്തുത്യ പദങ്ങൾ ഞാൻ മൊത്തും. ഭക്തിയിലാനന്ദ കണ്ണീർ ഞാൻ വീഴ്ത്തും, ഞാനെന്നോ സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ദൈവമക്കളെ, നമ്മുടെ പ്രത്യാശ കുറഞ്ഞു പോകരുത്, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. ഒരു ഭക്തന്റെ വിരുത് തെറ്റിക്കാവുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. ഒരു ഭക്തന്റെ വിരുത് തെറ്റിച്ച്
അവനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന പൈശാചിക വ്യാപാരമുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മീയ പിന്മാറ്റം വരാൻ സാധ്യതയുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മോടുകൂടെ മുഴങ്കാലും മടക്കിയവര്, അനേക നാള് മുട്ടുകുത്തിയവര്, ഒരുമിച്ച് കൂട്ടായ്മയിൽ നിന്നവര്, പ്രിയപ്പെട്ടവരെ ആരാധിച്ചവര്, അനേകര് പ്രിയപ്പെട്ടവരെ പല കാരണങ്ങൾ കൊണ്ടും ഒഴിഞ്ഞു പോകുന്നതും ആത്മീയ പിന്മാറ്റത്തിലേക്ക് പോകുന്നതും കാണുമ്പോൾ ദൈവത്തിലെ നിന്റെ ഹൃദയം ജാഗ്രതയുള്ളതായിരിക്കണം. കാരണം എനിക്കും പിന്മാറ്റം വരാൻ സാധ്യതയുള്ള ലോകത്താണ് ജീവിക്കുന്നത്. എന്നെയും വഴിതെറ്റിക്കാൻ ജാഗരൂകനായ ഒരു പിശാച് പ്രവർത്തിക്കുന്ന ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. ദൈവമക്കളെ, നാം എപ്പോഴും കരുതലുള്ളവരായിരിക്കണം. മറ്റുള്ളവരുടെ ദുരാലോചനകളിൽ നാം വഴിപ്പെട്ടു പോകരുത്. എപ്പോഴും നമ്മുടെ ഹൃദയദൃഷ്ടി ക്രൂശിലേക്ക് നോക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവമക്കളെ, ഒരു ഭക്തൻ ദിവസവും പ്രാർത്ഥിക്കണം, കർത്താവേ, ഇന്ന് പ്രഭാതം മുതൽ ഈ പ്രദോഷം വരെ നിന്റെ കുരിശോടെന്നെ ചേർത്ത് പിടിക്കണമേ എന്ന്. ദൈവമക്കളെ, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിനോട് നാം എത്രമാത്രം അടുക്കുന്നുവോ, കർത്താവിനോട് നാം എത്രമാത്രം ചേർന്ന് നടക്കുന്നുവോ, അത്രയും ലോകം നമ്മിൽ നകന്നുകൊള്ളും. ഈ ലോകത്തിൻ്റെ സ്വാധീനം നമ്മെ വിട്ടുപോയിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും വീണുപോകാൻ ഇടവരരുത്, പിന്മാറ്റത്തിലേക്ക് പോകാൻ ഇടവരരുത്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നമുക്ക് തന്നെ പിന്നെയും ക്രൂശിക്കുന്നവരായി തീരാൻ ഇടവരരുത്. കർത്താവിൻ്റെ നാമത്തിന് ഒരു അപമാനമായി ഞാനും നിങ്ങളും തീരരുത്. പിന്മാറ്റക്കാരാ, നിന്നെ നോക്കി ശത്രു ചിരിക്കും. നിന്നെ നോക്കി അനേകര് പറയും, ഇവനാണോ കൂട്ടായ്മക്കാരനെന്ന്, ഇവനാണോ ദൈവവിശ്വാസി എന്ന്. ദൈവമക്കളെ, നാം കരുതലുള്ളവരായി ജീവിക്കണം. യോനായ്ക്ക് കടലാനയുടെ വയറ്റിൽ കിടക്കുമ്പോൾ യോന അനുതപിച്ചു. യോനയ്ക്ക് മനസ്സിലായി, ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. 4-ാമത്തെ വാക്യം വായിക്കാം, 2:4. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മറ്റെന്താ ചെയ്യാനുള്ളത്? ദൈവദൃഷ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ദൈവത്തോടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, യോന പറയുകയാണ്, നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്ന്. നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ദൈവമക്കളെ, ഭക്തൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിയിരിക്കുമെന്ന്. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം. അവൻ്റെ കുരിശിലേക്ക് നോക്കിയിരുന്നാൽ, നമ്മുടെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞാൽ, നമ്മുടെ പിന്മാറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞാൽ, നമ്മോട് കരുണ കാണിക്കുന്നവനാണ് ദൈവം. മറ്റൊരു മാർഗവുമില്ല ദൈവമക്കളെ. ജീവിതത്തിൽ വീഴ്ച വന്നോ, പിന്മാറ്റം വന്നോ, നാം കരഞ്ഞുകൊള്ളണം. കുരിശിലേക്ക് നോക്കി കരഞ്ഞുകൊള്ളണം. കർത്താവേ, എന്നെ മടക്കി വരുത്തണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, തിരുവചനം പറയും, ഓവേ, ഞങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ എന്ന്. സഹോദര, പ്രാർത്ഥിക്കണം, കർത്താവേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന്, എന്നെ മടക്കി വരുത്തണമേ എന്ന്. ഇന്ന് ഞാൻ പോകുന്ന വഴികളിലൂടെ എന്നെ വിടല്ലേ എന്ന്. നിങ്ങളുടെ എത്ര പേരുടെ ഉള്ളിൽ ആ ബോധ്യമുണ്ട്, ഇന്ന് പോകുന്ന പാതയിലൂടെ പോയാൽ അക്കരെ എത്തുകയില്ല എന്ന്. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നുവെങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. താഴോട്ട് വായിക്കുമ്പോൾ, മഹാമത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന യോനയെന്നാണ് നാം കാണുന്നത്. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. ദൈവമക്കളെ, നല്ല ഉറപ്പ് കിട്ടി യോനയ്ക്കെന്ന്, എൻ്റെ പ്രാർത്ഥന അവിടെ എത്തിയെന്ന്. അപ്പോഴും മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെയാണ്. എങ്കിലും യോന പറയുകയാണ്, എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. ദൈവമക്കളെ, നമുക്കൊരു ഉറപ്പ് വേണേന്ത്, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന്. ഞാൻ മുഴങ്കാലും മടക്കുമ്പോൾ എൻ്റെ അരികിലേക്ക് എഴുന്നള്ളി വരുന്ന ഒരു ക്രിസ്തു ജീവിക്കുന്നുവെന്ന്. നമ്മുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല ദൈവമക്കളെ, അവന് നമ്മോട് കരുണ തോന്നി, അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാണ് എന്നെയും നിങ്ങളെ തിരഞ്ഞെടുത്തത് നമുക്കറിഞ്ഞുകൂടാ. എത്രയോ ശ്രേഷ്ഠന്മാരുള്ള സമൂഹത്തിൽ നിന്നാണ് ഒന്നിനും കൊള്ളാത്ത, ഒന്നിനും കൊള്ളിക്കാൻ കഴിയാത്ത നമ്മെ തിരഞ്ഞെടുത്തത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഒരിക്കലും നമ്മുടെ തല ഉയർന്നു പോകാതെ നിൽക്കണം. ഈ യോനയ്ക്ക് ദൈവസന്നിധിയിൽ എളിമപ്പെടുവാനും സമർപ്പണം പുതുക്കുവാനും എല്ലാം അവസരം കിട്ടി. 9-ാമത്തെ വാക്യം വായിക്കാം. 9-ാമത്തെ വാക്യം, ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും. യോന പറയുകയാണ്, ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും.
നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. മഹാമത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യോന പറയുകയാണ്, ദൈവമേ, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കുമെന്ന്. യോന ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ വഴിതെറ്റിപ്പോകുന്നവനാണെങ്കിലും നിന്റെ വചനം കേൾക്കാതെ പോകുന്നവനാണെങ്കിലും ഞാൻ നിന്റെ വഴിയിലേക്ക് മടങ്ങി വരാമെന്ന്. നിന്റെ വഴിയിൽ നിന്റെ ആലോചനയ്ക്ക് ഞാൻ ശുശ്രൂഷ ചെയ്തു കൊള്ളാമെന്ന്. ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ഹന്ന ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേർന്നുവെന്ന്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നാം നാളുകളായി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട്. നാം ദൈവത്തോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നാം ഒരു നേർച്ച നേർന്നിട്ടുണ്ടോ? നാം ഒരു ഉടമ്പടി പറഞ്ഞിട്ടുണ്ടോ ദൈവത്തോട്? ഇന്ന് പ്രിയപ്പെട്ടവർ, ഈ ആധുനിക തലമുറയിൽ ജീവിക്കുന്ന ഏതെങ്കിലുമെല്ലാം സഭകളോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർക്ക് അനേക നേർച്ചകളെക്കുറിച്ച് പരിചയമുണ്ട്, അനേക തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ച് പരിചയമുണ്ട്, അനേക രക്ഷാമാർഗങ്ങളെന്ന് കരുതുന്നവരെ കുറിച്ച് പരിചയമുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഒരു നേർച്ച നേർന്നിട്ടുണ്ടോ നിങ്ങൾ? യോന പറയുകയാണ്, ഞാൻ നേർന്നിരിക്കുന്നത് കഴിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ നേർച്ച? ഹന്ന ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേരുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശമൂവേൽ പ്രവാചകന്റെ അമ്മ എൽക്കാനയുടെ ഭാര്യ മക്കളില്ലാതെ അവൾ നിന്നയും പരിഹാസ്യമായി അനേക നാളുകൾ ജീവിച്ചപ്പോൾ ആ വേദന തിങ്ങിയ ഹൃദയത്തിൽ നിന്ന് ശീലോവിലെ ആലയത്തിൽ ദൈവസന്നിധിയിൽ വന്ന് അവൾ ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേരുന്നതാണ്. എന്താ നേർന്നത്? വായിക്കാം. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. ഹന്ന മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. അവൾ ഒരു നേർച്ച നേർന്നു. പ്രിയപ്പെട്ടവരെ, ഹന്ന ഹൃദയ നുറുക്കത്തോടെ ശീലോവിലെ ആലയത്തിൽ വെച്ച് ജീവനുള്ള യഹോവയുടെ മുമ്പിൽ ഒരു നേർച്ച നേരുകയാണ്. വായിക്കാം. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും, സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും, അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ, അടിയനെ എന്നെ നീ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ എനിക്ക് തരികയും ചെയ്താൽ, അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. ദൈവമക്കളെ, എന്താ നേർച്ച? ദൈവമേ, നീ എനിക്കൊരു പുരുഷപ്രജയെ തന്നാൽ അവനെ ഞാൻ നിനക്ക് തരാമെന്ന്. ദൈവമക്കളെ, നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തോട് ചോദിച്ചു വാങ്ങി ദൈവത്തിന് കൊടുക്കുന്നതാണ് നേർച്ച. എൻ്റെ കർത്താവിന് സ്തോത്രം. ഹന്ന നേർച്ച നേർന്നു. ദൈവമക്കളെ, ആ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയർന്നുപോയി. അതിന് താഴോട്ട് നാം വായിക്കുന്നുണ്ട്, പിന്നെ അവളുടെ മുഖം വാടിയില്ല എന്ന്. ദൈവമക്കളെ, അന്നവൾ ഗർഭം ധരിച്ചു ഒരിക്കലുമില്ല. എന്നാൽ അവൾക്ക് മനസ്സിലായി എന്ത്? എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന്. അവളുടെ ഹൃദയത്തിലെ ദുഃഖവും അവളുടെ മനസ്സിലെ ഭാരവുമെല്ലാം അന്ന് ജീവനുള്ള ദൈവം ഒപ്പിയെടുത്തു. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. അവൾ ഭാരമൊഴിഞ്ഞവളായി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല എന്ന്. ദൈവമക്കളെ, നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവം ഇതിലെ ഒരുപക്ഷെ ഇന്ന് നിന്റെ രോഗം മാറിയില്ല എന്ന് വരാം, ഇന്ന് നിന്റെ മക്കൾ ശരിയായില്ല എന്ന് വരാം, നിന്റെ ഭാര്യ മാനസാന്തരപ്പെട്ടില്ല എന്ന് വരാം, നിനക്ക് കടം തീർന്നില്ല എന്ന് വരാം. എന്നാൽ സഹോദര, നീ കേട്ടുകൊള്ളുക, ഹൃദയ നുറുക്കത്തോടെ നിന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ മകനെ, ഉയരത്തിലേക്ക് ആ പ്രാർത്ഥന ചെന്നാൽ നിന്റെ ഭാരം മാറും, നിന്റെ നിരാശ മാറും, നിന്റെ ഹൃദയത്തിലെ വേദനകൾ മാറും. ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപ നിന്നെ ചുറ്റിമിന്നും. പ്രിയപ്പെട്ടവരെ, യാക്കോബ് അപ്പന്റെ ഭവനം വിട്ട് ഒളിച്ചോടി പോകുമ്പോൾ രാത്രിയിൽ ഒരു നേർച്ച നേരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യാക്കോബ് ഒരു നേർച്ച നേർന്നു. യാക്കോബ് ഒരു നേർച്ച നേർന്നു. പ്രിയപ്പെട്ടവരെ, എവിടെയാ? ആ മരുഭൂമിയിൽ കിടന്ന് ഏകാന്തതയില് ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് കിടന്ന്, പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ സ്വർഗീയ ദർശനം, ദൈവത്തിന്റെ പ്രത്യക്ഷത ലഭിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് ഒരു നേർച്ച നേർന്നു. വായിച്ചോ. ദൈവം എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും. പ്രിയപ്പെട്ട യാക്കോബ് ചില ഉപാധികളൊക്കെ വെച്ചാണ് നേർച്ച നേരുന്നത്. നീ എന്നോടുകൂടെ ഇരിക്കണം, ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കണം. വായിച്ചോ. ഭക്ഷിപ്പാൻ ആഹാരവും, എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും, ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യാക്കോബ് പറയാണ്, എനിക്ക് ഈ പോകുന്ന വഴിയിൽ എന്നെ കാക്കണം, എനിക്ക് വസ്ത്രം വേണം, ആഹാരം വേണം. അത് മാത്രമല്ല, അവൻ പ്രാർത്ഥിച്ച എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കി വരുത്തുകയും ചെയ്യണമെന്ന്. ദൈവമക്കളെ, ഏശാവിനെ ഭയന്ന്
മരണഭയത്തോടെ ആ തലയിണ കല്ലാക്കി വെച്ച് രാത്രി ഉറങ്ങിയ യാക്കോബിന്റെ അരികിലേക്ക് സ്വർഗം ഇറങ്ങി വന്നു. ദൈവത്തിന്റെ സ്തോത്രം. നാം വായിക്കുന്നുണ്ട് ആ അധ്യായത്തിന്റെ തന്നെ 28:10. എന്നാൽ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. പ്രിയപ്പെട്ടവരെ, ആ തലയിണ കല്ലാക്കി വെച്ച് ഏകാന്തതയിൽ കിടന്നുറങ്ങുമ്പോൾ യാക്കോബ് ഒരു സ്വപ്നം കാണുകയാണ്. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവണി, ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. വായിച്ചോ. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്നു അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും. പ്രിയപ്പെട്ടവരെ, യാക്കോബ സ്വപ്നത്തിൽ കേൾക്കുകയാണ്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാണ്, ഇസഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. യഹോവയാണ്, അവരുടെ എല്ലാം ദൈവമായ യഹോവയാണ് ഞാൻ. വായിച്ചോ. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. ദൈവമക്കളെ, ഭയപ്പാടോടെ മരണഭയത്തോടെ ഓടിപ്പോകുന്ന ഓട്ടത്തില് മയങ്ങിപ്പോയ യാക്കോബിനോട് പറയാണ്, യാക്കോവേ, നീ കിടക്കുന്ന ഈ ഭൂമിയൊക്കെയും നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, അനേക വാഗ്ദത്തങ്ങള് ഭയപ്പാടോടെ ഓടിപ്പോയ യാക്കോബിന് ആ ദൈവീക പ്രത്യക്ഷതയിൽ ലഭിച്ചു. ദൈവമക്കളെ, എപ്പോഴാണ് യാക്കോബ് നേർച്ച നേർന്നത്? സ്വർഗത്തിന്റെ പ്രത്യക്ഷത ലഭിച്ചപ്പോൾ. ദൈവത്തിലെ ഞാൻ പറയട്ടെ, അവന്റെ ഭയമെല്ലാം മാറിപ്പോകാൻ തക്കവണ്ണം ആ നിരാശയോടെ കിടന്ന ചെറുപ്പക്കാരന് സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തോളം എത്തുന്ന ഗോവണിയും നിത്യനായ ദൈവത്തിന്റെ ശബ്ദവും കേൾക്കാൻ അവന് ഭാഗ്യം ലഭിച്ചപ്പോൾ അവനൊരു നേർച്ച നേർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, എന്തിനാണ് ദൈവവചനം കേൾക്കുന്നത്? ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ നിരാശകൾ മാറും, നമ്മുടെ ഭാരങ്ങൾ മാറും, നമ്മുടെ പിന്മാറ്റങ്ങൾ മാറും. ഓരോ പ്രിയപ്പെട്ടവരെ, നമുക്ക് പുതിയ പുതിയ സമർപ്പണങ്ങളും നേർച്ചകളും തരുന്നതാണ് ദൈവത്തിന്റെ വചനം. സഹോദര, എന്താണ് നേർച്ച? യേശുക്രിസ്തുവിന് നിന്റെ പണമാണോ വേണ്ടത്? മകനെ, നിന്റെ ഹൃദയമില്ലാത്ത പണമല്ല, പിന്നെയോ കർത്താവ് നിങ്ങളുടെ ഹൃദയവാതിക്കൽ നിന്ന് കെഞ്ചുകയാണെന്ത്? മകനെ, നിന്റെ ആ ഹൃദയം ഈ അസൂയം കുശുമ്പുമുള്ള, ഈ പാപമുള്ള, വൈരാഗ്യമുള്ള ഈ ഹൃദയം എനിക്കൊന്ന് തരാമോ എന്ന്. എന്തിനാ പ്രിയപ്പെട്ടവരെ? ആ ഹൃദയത്തിലേക്ക് ഇറങ്ങി നിന്ന് മകനെ, നിന്നെ രൂപാന്തരപ്പെടുത്താൻ ആശയുള്ള കർത്താവാണ് നിന്നെ വിളിക്കുന്നത്. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരാമോ എന്ന്. ഒരു നിമിഷം കുരിശിലേക്കൊന്ന് നോക്കി, ഒരു വാക്ക്, ഒരു നേർച്ച ഇന്ന് നിങ്ങൾ നേരുമോ? യേശുവേ, മരണപര്യന്തം ഞാൻ നിന്റെ അടിമയാണെന്ന്. എന്റെ കർത്താവേ, ആയുസ്സുള്ള കാലമൊക്കെയും ഞാൻ നിന്റെ സാക്ഷിയാണെന്ന്. ലോകത്താലുള്ള കളങ്കം പറ്റാതെ എന്നെ നിന്റെ കുരിശോട് ചേർത്ത് പിടിക്കണമേ എന്ന്. യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ മറയ്ക്കണമേ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.